ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോകമസഹൃത്. കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരജഞ്ജലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. അഥ ത്രയോവിംശതിതമോऽധ്യായ. ശ്രീബാദരായണിരുവാച. स एव माशंसित उद्धवेन भागवतमुख्येन दाशार्हमुख्य. स भाजयन् भृत्यमजो मुकुन्दस्तमापभाषे श्रवणीयवीर्य. श्रीभगवानुवाच. मार्गस्पत्यसभैनात्र साधुर्वै दुर्जनेरिदै दुरुक्तिर्भिन्नमात्मानं यसमाधातुमीश्वर. न तथा तप्यते विद्ध पुमान् बाणैः सुमर्मगै. यथा तुदन्ति मर्मस्था ह्यसदां परुषेषव. कथयन्ति महत्पुण्यम् इतिहासमिहोद्धव. तमहं वर्णयिष्यामि निबोधः सुसमाहिता. केनचित् भिक्षुणा गीतं परिभूतेन दुर्जनैः स्मरदा धृतियुक्तेन विपाकं निजकर्मणाम्. अवन्दिषु द्विज कश्चिद् आसीदाढ्यतमस्त्रिया. वार्तावृत्तिकदर्यस्तु कामी लुब्धोदिगोपन. ज्ञादयोदिदयस्तस्य वाङ्मात्रेणाभिनार्चिता. शून्यावसदात्माभि काले कामैरनर्चिता. दुःशीलस्य कदर्यस्य द्रुह्यन्ते पुत्रबान्धवा. दारादुहितरो भृत्या विषण्णानाचरन् प्रियम्. तस्यैवं यक्षवित्तस्य च्युतस्योभयलोकदा. धर्मकामविहीनस्य चुक्रुधु पञ्चभागिन. तदवध्यानविस्रस्तपुण्यस्कन्धस्य भूरिद. अर्थोऽप्यगच्छन्निधनं बह्वायासपरिश्रम. ज्ञादयो जगृहु किञ्चिदस्य उत्तव. दैवतः कालतः किञ्चित् ब्रह्मबन्धोर्निपार्थिवात्. स एवं द्रविणे नष्टे धर्मकामविवर्जित. उपेक्षितश्च स्वजनैः चिन्तामापदुरत्ययाम्. तस्यैवं ध्यायतो दीर्घं नष्टरायस्तपस्विन. खिद्यतो बाष्पखण्डस्य निर्वेदः सुमहानभूत्. स चाहेदमहो कष्टं वृथात्मा मेनुतापिता. न धर्माय न कामाय यस्यार्थाय स ईदृश. प्रायेणार्था कदर्याणां न सुखाय कदाचन. इह चात्मोपतापाय वृतस्य नरकाय च. यशो यशस्विनां शुद्धं श्लाघ्याये गुणिनां गुणाः. लोभः स्वल्पोऽभितान् हन्ति स्वित्रो रूपमिवेप्सितम्. अर्थस्य साधने सिद्धे उत्कर्षे रक्षणे व्यये. नाशो बभोग आयास त्रासश्चिन्ता भ्रमो नृणां. तेयं हिंसा नृदं दम्भः कामः क्रोधः स्मयो मदः. भेदो वैरमविश्वास संस्पर्धा व्यसनानि च. एते पञ्चदशानर्था ह्यर्थमूला मदा नृणां. तस्मादनर्थमर्थाख्यं श्रेयोर्थी दुरतस्त्यजेत्. भिद्यन्ते भ्रातरोदाराः पितरः सुहृदस्तदा. एका स्निग्धा काकिनिना सद्यः सर्वे रयकृताः. अर्थेनाल्पीयसाख्येते संरब्धादीप्तमन्यव. त्यजन्त्याशु स्पृधो घ्नन्ति सहसोत्सृज्य सौहृदम्. लब्ध्वा जन्मामरप्रार्थ्यं मानुष्यं त्वद्विजाग्र्यतां.
തദനാദൃത്യയെ സ്വാർത്ഥം നന്ദിയാന്ത്യശുഭാം ഗതിം. സ്വർഗാപവർഗയോർദ്വാരം പ്രാപ്യ ലോകമിമം പുമാൻ ദ്രവിണേ കോനുഷജ്ജേത മർഥ്യോ നർത്ഥസ്യ ധാമനി. ദേവർഷി പിതൃഭൂതാനി ജ്ഞാതീൻ ബന്ധൂം ച ഭാഗിന അസംവിഭജ്യ ചാത്മാനം രക്ഷവിത്തപതത്യത. വ്യർത്ഥയാർത്ഥേഹയാ വിത്തം പ്രമത്യസ്യ വയോബലം കുശലാ യേന സിദ്ധ്യന്തി ജരഢഃ കിം नु സാധയേ. കസ്മാത് സംക്ലിശ്യതേ വിദ്വാൻ വ്യർത്ഥയാർത്ഥേഹയാ സകൃത് ഹസ്യചിന്മായയാ നൂനം ലോകോയം സുവിമോഹിതഃ. കിം ധനൈർധനദൈർവാ കിം കാമൈർവാ കാമദൈരുത മൃത്യുനാഗ്രസ്യമാനസ്യ കർമ്മഭിർവോദജന്മദൈ. നൂനം മേ ഭഗവാൻ തുഷ്ട സർവദേവമയോ ഹരി യേന നീതോ ദശാമേതാം നിർവേദച്ചാത്മനഃ പ്ലവ. സോഹം കാലാവശേഷേണ യോഷയിഷ്യേംഗമാത്മനഃ അപ്രമത്തോഖിലസ്വാർത്ഥേ യദി സ്യാദ് സിദ്ധ ആത്മനി. തത്ര മാമനുമോദേരൻ ദേവാ ത്രിഭുവനേശ്വര മുഹൂർത്തേന ബ്രഹ്മലോകം ഖഡ്വാംഗ സമസാധയത്. ശ്രീഭഗവാനുവാച ഇത്യഭിപ്രേത്യ മനസാ ഹ്യാവന്ത്യോ ദ്വിജസത്തമ ഉന്മുച്യ ഹൃദയഗ്രന്ഥീൻ ശാന്തോ ഭിക്ഷുരഭൂന്മുനി. സചാരമഹീമേതാം സംയതാത്മേന്ദ്രിയാനില ഭിക്ഷാർത്ഥം നഗരഗ്രാമാനസംഗോ ലക്ഷിതോ വിശദ്. തം വൈ പ്രഭയസം ഭിക്ഷുമവധൂതമസഞ്ജന ദൃഷ്ട്വാ പര്യഭവൻ ഭദ്ര ബഹ്വീഭിഃ പരിഭൂതിഭിഃ. കേയിത്രിവേണും ജിഗൃഗുരേകേ പാത്രം കമണ്ഡലും പീഠം ചൈകേക്ഷസൂത്രം ച കന്ധാം ക്ഷീരാണി കേചന. പ്രദായ ച പുനസ്താനി ദർശിതാന്യാദദുർമുനെ അന്നം ച ഭൈക്ഷസമ്പന്നം ഭുഞ്ചാനസ്യ സരിത്തടേ. മൂത്രയന്തി ച പാപിഷ്ഠാ ഷ്ടീവന്ത്യസ്യ ച മൂർധനി യദവാചം വാചയന്തി താടയന്തി ന ഭക്തി ചേത്. തർജയന്ത്യപരേ വാഗ്ഭിः തേനോയമിതി വാദിന ബധ്നന്തിരജ്വാതം കേചിത് ബധ്യതാം ബധ്യതാമിതി. ക്ഷിപന്ത്യേകേവ ജാനന്ത ഏഷ ധർമ്മധ്വജ ഷഠ ക്ഷീണവിത്ത ഇമാം വൃത്തിമഗ്രഹീത് സ്വജനോത്ഥിത. അഹോ ഏഷ മഹാസാരോ ധൃതിമാൻ ഗിരിരാടിവ മൗനേന സാധേത്യർത്ഥം ഭഗവത് ദൃഢനിശ്ചയ. ഇത്യേകേ വിഹസന്ത്യേന മേഘേ ദുർവാദയന്തി ച തം ബന്ധുർനിരുരുധുർയഥാ ക്രീഡനകം ദ്വിജം. ഏവം സ ഭൗതികം ദുഃഖം ദൈവികം ദേഹികം ച യത് ഭോക്തവ്യമാത്മനോദിഷ്ടം പ്രാപ്തം പ്രാപ്തമബുദ്ധ്യത. പരിഭൂത ഇമാം ഗാഥാമകായത നരാധമേ പാദയദ്ഭിः സ്വധർമ്മസ്ഥോ ധൃതിമാസ്ഥായ സാത്വികീം. ദ്വിജ ഉവാച നായം ജനോ മേ സുഖദുഃഖഹേതുർന ദേവതാത്മാ ഗൃഹകർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേത് യത്. മനോഗുണാൻ വൈ സൃജതേ ബലീയസ്തതശ്ച കർമാണി വിലക്ഷണാനി ശുക്ലാനി കൃഷ്ണന്യത ലോഹിതാനി തേഭ്യഃ സവർണാ ഹൃദയോ ഭവന്തി. അനേക ആത്മാ മനസാ സമീഹതാ ഹിരണ്മയോ മത്സക ഉദ്വിജഷ്ടെ മനഃ സ്വലിംഗം പരിഗൃഹ്യ കാമാൻ ജുഷന്നിബദ്ധോ ഗുണസംഗതോസൗ. ദാനം സ്വധർമ്മോ നിയമോ യമശ്ച ശ്രുതം ച കർമാണി ച സത്പ്രദാനി സർവേ മനോ നിഗ്രഹലക്ഷണാന്താ പരോ ഹി യോഗോ മനസ സമാധി. സമാഹിതം യസ്യ മനഃ പ്രശാന്തം ദാനാദിഭിः കിം വദ തസ്യ കൃത്യം അസംയതം യസ്യ മനോ വിനശ്യത് ദാനാദിഭിശ്ചേദപരം കിമേഭിः. മനോവശേന്യേഹ്യഭവൻ സ്മ ദേവാ മനശ്ച നാന്യസ്യ വശം സമേധി. ഭീഷ്മോ ഹി ദേവ
സഹസ സഖീയാൻ യുഞ്ജ്യാദ്വശേതം സഹി ദേവദേവ തം ദുർജയം ശത്രുമസഹ്യമേകമരുന്ധതം തന്ന വിജിത്യ കേചിത് കുർവന്ത്യ സദ്വിഗ്രഹമത്ര മർത്രൈർമിത്രാണ്യുദാസീനരിപൂൻ വിമൂഢ ദേഹം മനോമാത്രമിമം ഗൃഹീത്വാ മമാഹമിത്യന്ധധിയോ മനുഷ്യ ഏഷോഹമന്യോയമിതി ഭ്രമേണ ദുരന്തപാരേ തമസി ഭ്രമന്തി ജനസ്തു ഹേതു സുഖദുഃഖയോച്ഛേത് കിമാത്മനശ്ചാത്രഃ ഭൗമയോസ്തത് ജിഹ്വാം ക്വചിത് സംദശതി സ്വദദ്ഭിസ്തദ്വേദനായാം കഥമായ കുപ്യേത് ദുഃഖസ്യ ഹേതുർയദി ദേവതാസ്തു കിമാത്മനസ്തത്ര വികാരയോസ്തത് യദംഗമംഗേന നിഹന്യതേ ക്വചിത് കുധ്യേത കസ്മൈ പുരുഷ സ്വദേഹേ ആത്മാ യദി സ്യാത് സുഖദുഃഖഹേതു കിമന്യതസ്തത്ര നിജസ്വഭാവ ന ഹ്യാത്മനോന്യതി യദി തന്മൃഷാ സ്യാത് ക്രുധ്യേത കസ്മാന്ന സുഖം ന ദുഃഖം ഗ്രഹാനിമിത്തം സുഖദുഃഖയോച്ഛേത് കിമാത്മനോജസ്യ ജനസ്യ ദേവൈ ഗ്രഹൈർഗ്രഹസ്യൈവ വദന്തി പീഠാം ക്രുധ്യേത കസ്മൈ പുരുഷസ്തദോന്യം കർമാസ്തു ഹേതു സുഖദുഃഖയോച്ഛേത് കിമാത്മനസ്തദ്ധി ജഡാജഡത്വേ ദേഹസ്ത്വചിത് പുരുഷോയം സുവർണ ക്രുധ്യേത കസ്മൈ നഹി കർമ്മമൂലം കാലസ്തു ഹേതു സുഖദുഃഖയോച്ഛേത് കിമാത്മനസ്തത്ര തദാത്മകോऽസൗ നാഗ്നേർഹിതാപോ ന ഹിമസ്യ തത് സ്യാത് ക്രുധ്യേത കസ്മൈ ന പരസ്യ ദ്വന്ദ്വം ന കേനചിത് ക്വാപി കഥഞ്ജനാസ്യ ദ്വന്ദ്വോ പരാഗ പരതഃ പരസ്യ യദാഹമ സംസൃതിരൂപിണസ്യാദേവം പ്രബുദ്ധോ ന വിഭേതി ഭൂതൈ ഏതാം സ ആസ്ഥായ പരാത്മനിഷ്ഠാമധ്യാസിതാം പൂർവതമൈർമഹർഷിഭിः അകം തരിഷ്യാമി ദുരന്തപാരം തമോ മുകുന്ദാഘ്രി നിഷേവയൈവ. ശ്രീഭഗവാനുവാച നിർവിദ്യ നഷ്ടദ്രവിണോ ഗതക്ലമ പ്രവ്രജ്യകാം പര്യടമാനയിത്തം നിരാകൃതോ സദ്ഭിരപി സ്വധർമാതകംബിതോ മുനിരാഘഗാധാം സുഖദുഃഖപ്രദോ നാന്യ പുരുഷസ്യാത്മവിഭ്രമ മിത്രോദാസീനരിഭവ സംസാരസ്ഥമസകൃത തസ്മാത് സർവാത്മനാഥാത നിഗ്രഹാണ മനോധിയ മയ്യാവേശിതയാ യുക്ത ഏതാവൻ യോഗസംഗ്രഹ യേതാം ഭിക്ഷുണാ ഗീതാം ബ്രഹ്മനിഷ്ഠാം സമാഹിത ധാരയൻ ശ്രാവയൻ ശൃണ്വൻ ദ്വന്ദ്വേനൈവാഭിഭൂയതേ. ശ്രീകൃഷ്ണായ നമോ നമഃ. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ത്രയോവിംശതിതമോऽധ്യായः. ശ്രീകൃഷ്ണായ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗോപീചരണാരവിന്ദ പരമാണുവേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അമ്മേ ശരണം. ഏകാദശസ്കന്ധം 23-ാം അധ്യായം. ഈ അധ്യായത്തിൽ അന്യര് ചെയ്യുന്ന അവമാനം സഹിക്കാനുള്ള ഉപായം എന്നതാണെന്ന് ഭിക്ഷുഗീത ഉദാഹരണമായിട്ട് ഭഗവാൻ കാണിക്കുന്നു. ശ്രീശുക ബ്രഹ്മർഷി പറയാണ്, ദുർജനം ചെയ്യുന്ന ഉപദ്രവം മഹാന്മാർക്കും ഏറ്റവും അസഹ്യമാണല്ലോ. ഭഗവാനോട് ഭക്തന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഉദ്ധവൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഏറ്റവും സന്തോഷിച്ചുകൊണ്ട് ഉദ്ധവനോട് ഭഗവാൻ പറയുകയാണ്, ബാർഹസ്പത്യസവൈ നാത്ര സാധുർവൈ ദുർജനേരിതൈ ദുരുക്തൈർഭിന്നമാത്മാനം യസമാധാതുമീശ്വര. നിന്റെ ചോദ്യം വളരെ യുക്തമാണ്. ദുർജനങ്ങൾ പ്രയോഗിക്കുന്ന ദുർവാക്കുകളാകുന്ന ബാണങ്ങളേറ്റ് മുറിപ്പെട്ടിരിക്കുന്ന മനസ്സിനെ സമാധാനിപ്പിക്കാൻ മാത്രം ശാന്തനായിരിക്കുന്ന സജ്ജനം ഈ ലോകത്തിൽ ഇല്ലെന്ന് തന്നെ പറയണം.
ദുർജനങ്ങൾ പറയുന്നവ ദുർവാക്കുകളാകുന്ന ബാണങ്ങൾ മർമ്മസ്ഥാനമായിട്ടുള്ള അന്ധകരണത്തെ ദുഃഖിപ്പിക്കുന്നത് പോലെ ശരീരമർമ്മങ്ങളിൽ തട്ടിയിട്ടുള്ള ബാണങ്ങൾ ജനങ്ങളെ വേദനിപ്പിക്കില്ല. മഹാജനങ്ങൾ എങ്ങനെയാണ് മനസ്സിനെ സ്വാധീനപ്പെടുത്തിയത് എന്നറിയുമ്പോൾ അതുപോലെ നമുക്കും പ്രവർത്തിക്കാൻ സാധിക്കും. അതിനുവേണ്ടി ദുർജനങ്ങൾ പറയുന്ന ദുർവാക്കുകൾ മനക്ഷോഭം കൂടാതെ സഹിക്കുന്നതിന് ശക്തി ഉണ്ടാക്കുന്നതും അത് നിമിത്തം പുണ്യപ്രദവുമായിട്ടുള്ള ഒരു കഥ ഞാൻ നിന്നോട് പറയാം, കേട്ടുകൊള്ളൂ. ദുർജനങ്ങൾ ഉപദ്രവിച്ച സമയത്ത് താൻ ജന്മാന്തരത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ദുർജനങ്ങൾ തന്നെ ഇപ്പോൾ ഉപദ്രവിക്കുന്നത് എന്ന ഓർമ്മയോടുകൂടെ മനക്ഷോഭം കൂടാതെ ഒരു സന്യാസി പാടിയതാണ് ഈ കഥ. അവന്തി ദേശത്ത് മഹാധനികനായിട്ടുള്ള ഒരു വിപ്രനുണ്ടായിരുന്നു. അയാൾ കൃഷിയും മറ്റും ചെയ്ത് ധനം സമ്പാദിച്ചു. കോപിഷ്ഠനും ലുബ്ധനും ആയതുകൊണ്ട് സ്വന്തക്കാരെയും ബന്ധുക്കളെയും അതിഥികളെയും ഒന്നും സന്തോഷിപ്പിച്ചില്ല. പത്നിയും പുത്രരും ഭൃത്യന്മാരും അയാളെ വെറുത്തു. പണം നഷ്ടപ്പെട്ട വിപ്രന്റെ സ്വത്തുക്കളെല്ലാം ക്രമേണ നശിച്ചു. ആ മുതല് നശിച്ചത് എങ്ങനെയാണെന്നാണ് ഇനി പറയണത്. അവൻ്റെ അവകാശികളൊക്കെ കുറേ അപഹരിച്ചു. കള്ളന്മാർ കുറേ കട്ടുകൊണ്ടുപോയി. അഗ്നിബാധ, വെള്ളപ്പൊക്കം മുതലായ ദൈവികമായ ആപത്തുകളാൽ കുറേ നശിച്ചു. കാലക്രമം കൊണ്ട് കുറേ നശിച്ചു. പല ജനങ്ങളും കുറേശ്ശെയായിട്ട് കൈക്കലാക്കാൻ തുടങ്ങി. ഓരോ നടപടി കുറ്റങ്ങൾക്ക് പിഴയും മറ്റും കൽപ്പിച്ചിട്ട് രാജാവും കുറേ കൈക്കലാക്കി. ഇങ്ങനെ പല വിധത്തിൽ ആ ബ്രാഹ്മണൻ്റെ മുതലൊക്കെ നശിച്ചു. മുതലൊക്കെ നശിച്ചപ്പോൾ ദുഃഖിച്ചും കരഞ്ഞും സംസാരിക്കാൻ ഭാവിച്ചാൽ ഇടനെഞ്ചു പൊട്ടിയും പല സംഗതികൾ ആലോചിച്ചുകൊണ്ടും കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വൈരാഗ്യത്തോടു കൂടിയിട്ടുള്ള വിവേകം ഉണ്ടായി. വിഷയവൈരാഗ്യ നിമിത്തം വിവേകം വന്നപ്പോൾ തന്നെത്താൻ പറയാണ്, പണം സമ്പാദിക്കാനായിട്ട് ദേഹത്തെ ഞാൻ ക്ലേശിപ്പിച്ചത് കഷ്ടമായി. എൻ്റെ മുതൽ കൊണ്ട് എന്ത് ഫലാപ്പുണ്ടായത്? ഞാൻ ധർമ്മം ചെയ്തില്ല, സുഖവും ഞാൻ അനുഭവിച്ചില്ല. ഇത് രണ്ടിനും ഉപയോഗമില്ലാത്ത ധനം സമ്പാദിക്കാൻ വേണ്ടി അനുഭവിച്ച എൻ്റെ ശരീരക്ലേശം നിഷ്പ്രയോജനമാവുകയും ചെയ്തു. ദാനം, ധർമ്മം, ഇഷ്ടഭോഗാനുഭവം, ബന്ധുസൽക്കാരം മുതലായിട്ടുള്ള കാര്യങ്ങളിൽ വിമുഖരായിരിക്കുന്ന ക്ഷുദ്രന്മാരുടെ മുതലുകൾ ഇഹത്തിലും പരത്തിലും ദുഃഖത്തിനല്ലാതെ സുഖത്തിനായിക്കൊണ്ട് ഉപകരിക്കില്ല. പണം സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ അധ്വാനം, സമ്പാദിച്ച് കൈവശമായാൽ ഭയം, അത് വർദ്ധിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്ത, പരിപാലിക്കാനുള്ള പ്രയാസം, ചെലവ് ചെയ്യുമ്പോൾ കുറഞ്ഞു വരുമല്ലോ എന്നുള്ള ഭീതി, നശിക്കുമ്പോൾ അസഹ്യമായിട്ടുള്ള ഖേദം, അനുഭവിക്കുമ്പോൾ ചിലവാകുന്നുവല്ലോ എന്നുള്ള ചിന്ത, ഇങ്ങനെ ധനം സർവ്വഥാ അനർത്ഥമായിത്തീരുന്നു. പണം സമ്പാദിക്കണമെന്നുള്ള അത്യാശ ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി കളവ് ചെയ്യും, നുണ പറയും, മറ്റുള്ളവരെ ദ്രോഹിക്കും, യോഗ്യനാണെന്ന് നടിച്ച് തരം കിട്ടുമ്പോൾ വഞ്ചിക്കും, അന്യൻ്റെ മുതൽ ആഗ്രഹിക്കും, കിട്ടാതെയാകുമ്പോൾ ദേഷ്യപ്പെടും. ഈ 6 വിധ ദോഷങ്ങൾ ധനം സമ്പാദിക്കാൻ പരിശ്രമിക്കുന്ന കാലത്തിൽ ഉണ്ടാവും. ധനം ഉണ്ടായാലോ ഗർവം, അഹങ്കാരം, വിഷമഭാവന, മത്സരം, അവിശ്വാസം, സ്പർദ്ധ, സ്ത്രീസേവ, ചൂതുകളി, മദ്യപാനം എന്നീ 9 ദോഷങ്ങൾ ബലമായി ബാധിക്കുകയും ചെയ്യും. ഈ 15 ദോഷങ്ങൾ ധനാശ നിമിത്തം ജനങ്ങൾക്കുണ്ടാകുന്നതെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ധനത്തിന് അർത്ഥം എന്നുള്ള പേര് നിരർത്ഥം തന്നെ. ധനം അനർത്ഥങ്ങളുടെ സ്ഥാനമാണ്. ദുഃഖങ്ങളിൽ നിന്ന് കരയേറാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ധനാശയെ ദൂരെ കളയണം. ഇഹത്തിൽ ധനാശ നിമിത്തമുള്ള ദോഷത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇനി പരത്തിലുണ്ടാകുന്ന സ്ഥിതിയാണ് പറയുന്നത്. മനുഷ്യജന്മം സിദ്ധിച്ചവർക്ക് മാത്രമേ ജനനമരണ ദുഃഖത്തിൽ നിന്നും നിവൃത്തി സിദ്ധിക്കുള്ളൂ. അതിനാൽ ദേവന്മാർ കൂടി ആഗ്രഹിക്കുന്ന മനുഷ്യജനവും ജന്മവും അതിലും വിശേഷിച്ച് ബ്രാഹ്മണ്യവും കിട്ടിയിട്ട് അതിനെ ബഹുമാനിച്ച് പരമശ്രേയസ് സമ്പാദിക്കാൻ ശ്രദ്ധിക്കാതെ ജന്മം നിരർത്ഥമാക്കി തീർക്കുന്നവർ മരിച്ച ശേഷം നരകത്തിൽ ചെന്നു ചേരണു. വിവേകമുള്ളവരാരും ജന്മത്തിൻ്റെ പരമോദ്ദേശം മറന്ന് കേവലം ധനപ്രാപ്തി തന്നെ പരമപദപ്രാപ്തി എന്ന് ധരിക്കില്ല. യാഗാദി കർമ്മങ്ങൾ ചെയ്ത ദേവന്മാരെയും വേദാധ്യയനം ചെയ്തും ചെയ്യിപ്പിച്ചും ഋഷികളെയും ശ്രാദ്ധാദി കർമ്മങ്ങൾ നടത്തിയും നടത്താൻ കഴിയാത്തവരെ സഹായിച്ചും പിതൃക്കളെയും അതിഥി സൽക്കാരങ്ങളാൽ മനുഷ്യരെയും ആദരപൂർവ്വം ക്ഷണിച്ചു വരുത്തി സൽക്കരിക്കുന്നതിനാൽ ബന്ധുക്കളെയും സംയോജിത സുഖാനുഭവങ്ങൾ കൊണ്ട് തന്നെയും ശക്തിക്കനുസരിച്ച് സമ്മാനദാനത്താൽ വംശക്കാരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെലവ് ചെയ്യാതെ ധനം സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നരകം തന്നെയാണ് ഗതി. സൽക്കാര്യത്തിൽ ചെലവ് ചെയ്ത് പരമപുരുഷാർത്ഥം സമ്പാദിക്കാൻ വിവേകികളാൽ ഉപയുക്തമാക്കാവുന്ന ധനം എൻ്റെ കയ്യിലുണ്ടായിരുന്നപ്പോഴും ഞാൻ അതുകൊണ്ട് ഒരു ഗുണവും അനുഭവിച്ചില്ല. എന്നേക്കാൾ അവിവേകിയായിട്ട് മറ്റാരാണുള്ളത്? യാതൊരുവൻ്റെ സന്തോഷം ലഭിച്ചാൽ സംസാര സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന ആത്മാവിന് അതിൽ നിന്നും കരകയറാൻ യോഗ്യമായിട്ടുള്ള കപ്പലിന് തുല്യമായിട്ടുള്ള വിഷയവൈരാഗ്യം ഉണ്ടായി വരുമോ? സർവ്വദേവ സ്വരൂപനായിരിക്കുന്ന ആ ഭഗവാൻ മഹാവിഷ്ണു എൻ്റെ നേരെ സന്തോഷിച്ചു. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ വിഷയവൈരാഗ്യം ഉണ്ടായത്.
ഭഗവത് ധ്യാനം ചെയ്തുകൊണ്ട് ആയുശേഷം കഴിച്ചുകൂട്ടാൻ ആഗ്രഹിക്കുന്ന എന്നെ 3 ലോകത്തിനും നാഥന്മാരായിട്ടുള്ള ദേവന്മാരെ അനുഗ്രഹിക്കണേ. ഇപ്പോൾ വാർദ്ധക്യമായല്ലോ, ഇനി എന്ത് സാധിക്കാൻ പോകുന്നു എന്ന ഭയം എനിക്കില്ല. പണ്ട് ഖഡ്വാങ്കൻ ഒരു മുഹൂർത്ത നേരം കൊണ്ട് ബ്രഹ്മലോകം പ്രാപിച്ചുവല്ലോ. ഈശ്വര കാരുണ്യമുണ്ടെങ്കിൽ ഈ വൃദ്ധനായ എനിക്കും സദ്ഗതി അടയാം. ന്യായമായിട്ടുള്ള ആലോചനാശക്തി ഉണ്ടായതുകൊണ്ട് അനിത്യമായിട്ടുള്ള സുഖത്തിൽ ആസക്തി നശിച്ചവനായിട്ടുള്ള ആ ബ്രാഹ്മണൻ ദേഹത്തിൽ ഞാനെന്നും സംബന്ധികളിൽ എൻ്റേതെന്നും ഉറച്ചിട്ടുള്ള വാസനാബലത്തെ ഹൃദയത്തിൽ നിന്നും അകറ്റിയ ശേഷം ഭിക്ഷുവായി തീർന്നു. അങ്ങനെ ഉത്തമ ബ്രാഹ്മണത്വം സിദ്ധിച്ചു. ഒരു ദിവസം ഭിക്ഷ കിട്ടിയത് ഒരു ആറ്റുതീരത്തിരുന്ന് ഭക്ഷിക്കുമ്പോൾ ജനങ്ങൾ ഒത്തുകൂടി കളിയാക്കുകയും ഭക്ഷണം തട്ടിക്കളയുകയും ചെയ്തു. അവർ ആ ഭിക്ഷുവിനെ പലതരത്തിൽ ഉപദ്രവിച്ചു. ചിലർ പിടിച്ചുകെട്ടി, ചിലർ ആക്ഷേപിച്ചു. ഇങ്ങനെ ഉപദ്രവമേറ്റിട്ടും താനിതെല്ലാം അനുഭവിക്കേണ്ടതാണെന്ന് ചിന്തിച്ച് അദ്ദേഹം ഒരു ഗാനം പാടി. നായം ജനോ മേ സുഖദുഃഖഹേതുർ ന ദേവതാത്മാഗ്രഹകർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേദ്യത്. ഈ ലോകത്തിലുള്ള ആളുകളോ ദേവന്മാരോ ഈശ്വരനോ സൂര്യാദിഗ്രഹങ്ങളോ കർമ്മമോ കാലമോ ഇവയൊന്നും എൻ്റെ സുഖദുഃഖാനുഭവത്തിന് കാരണമല്ല. പ്രകൃതി സിദ്ധങ്ങളായിട്ടുള്ള ഇവ ആരെയും സുഖിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. സുഖത്തെയും ദുഃഖത്തെയും കൽപ്പിക്കുന്നത് കേവലം മനസ്സാണെന്നും സംസാരചക്രത്തെ വലിച്ചുകൊണ്ടുപോകുന്നത് മനസ്സിൻ്റെ വ്യാപാരമാണെന്നും വേദത്തിൽ പറഞ്ഞിരിക്കുന്നു. ഏറ്റവും ശക്തിയുള്ള മനസ്സ് ഗുണദോഷങ്ങളെ കൽപ്പിക്കുന്നു. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളുടെ ആധിക്യ ന്യൂനതകളനുസരിച്ച് മനസ്സിൽ നിന്ന് സാത്വികം, രാജസം, താമസം എന്നീ 3 വിധത്തിലുള്ള കർമ്മങ്ങൾ ഉണ്ടാവുന്നു. ആ കർമ്മങ്ങളുടെ യോഗ്യതായോഗ്യതകൾ അനുസരിച്ച് സുഖദുഃഖാദി അവസ്ഥകളും പ്രാണികൾ അനുഭവിക്കുന്നു. ആത്മാവിന് പരമാർത്ഥത്തിൽ സംസാരമില്ല. അവിദ്യ നിമിത്തമുള്ള അധ്യാസബലത്താൽ ജീവാത്മാവിന് സംസാരമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവിദ്യാസംബന്ധമില്ലാത്ത ഈശ്വരന് സംസാരമില്ലെന്ന് വന്നത്. എന്നാൽ ജീവരൂപനായിരിക്കുന്ന ഈ ഞാനോ എന്നിൽ സംസാരത്തെ പ്രകാശിപ്പിക്കുന്ന സ്വഭാവത്തോടു കൂടിയിട്ടുള്ള മനസ്സിനെ തന്നെ ആത്മാവായിട്ട് വിചാരിച്ച് മനസ്സിൻ്റെ ക്രിയകളെ തൻ്റെ ക്രിയകളായിട്ട് ഭാവിക്കുകയും അതുനിമിത്തം ബന്ധമുണ്ടാവുകയും സുഖദുഃഖ രൂപങ്ങളായിരിക്കുന്ന വിഷയങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മനസ്സിനെ നിഗ്രഹിച്ചാൽ സംസാര ദുഃഖ നിവൃത്തിക്ക് വേണ്ടുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്തു കഴിഞ്ഞു. അത് സാധിക്കാതെ മറ്റെന്ത് പ്രവൃത്തികൾ ചെയ്താലും അതൊക്കെ നിഷ്പ്രയോജനം തന്നെ. അതുകൊണ്ട് വേദത്തിൻ്റെ പൂർവ്വഭാഗത്തിൽ നിശ്ചയിച്ചിട്ടുള്ള സത്പ്രവൃത്തികളൊക്കെ മനോനിഗ്രഹത്തെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വിഷയങ്ങളിൽ പ്രവേശിക്കാതെ ശാന്തമായി ആത്മാവിൽ തന്നെ സ്ഥിരമായിരിക്കുന്ന മനസ്സുള്ളവന് ദാനം മുതലായിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ട് യാതൊരു ആവശ്യവുമില്ല. ഇന്ദ്രിയങ്ങളും അവയുടെ അധിഷ്ഠാന ദേവന്മാരും മനസ്സിന് വശപ്പെട്ടവരും മനസ്സ് അവർക്ക് വശപ്പെടാത്തതുമാണ്. മനഃശക്തിയെപ്പറ്റി ആലോചിക്കുന്നവർക്ക് കൂടെ ഭയം ജനിക്കത്തക്ക വിധം മഹാബലവാനായിട്ടുള്ള ആ മനസ്സിനെ ആര് സ്വാധീനത്തിലാക്കിയിരിക്കുന്നുവോ അവൻ തന്നെ ദേവന്മാരാലും പൂജിക്കപ്പെടുവാൻ യോഗ്യനായിട്ടുള്ള ദേവൻ. രാഗാദികളായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട് എല്ലാവരെയും കീഴടക്കിയിട്ടുള്ള മഹാശൂരനായിട്ടുള്ള മനസ്സിനെ ജയിക്കാൻ ഈശ്വരകാരുണ്യം തന്നെ വേണം, അല്ലാതെ സാധിക്കില്ല. ഇത് മനസ്സിലാക്കി അതിനായിട്ട് ശ്രമിക്കാതെയുള്ള മൂഢന്മാർ മനസ്സിന് അധീനരായിട്ട് മനുഷ്യരിൽ ചിലരെ ബന്ധുക്കളായും മറ്റു ചിലരെ ശത്രുക്കളായിട്ടും വേറെ ചിലരെ ഉദാസീനരായിട്ടും കൽപ്പിച്ച് അവരോട് കൂടി തന്നെ നരകഹേതുവായിട്ടുള്ള യുദ്ധം നടത്തുന്നു. മനസ്സിനാൽ മാത്രം കൽപ്പിക്കപ്പെട്ടതായ ഈ ശരീരത്തിൽ ഞാനെന്നും പുത്രാദി ശരീരങ്ങളിൽ എൻ്റേതെന്നും ബുദ്ധി ഉറച്ചിട്ടുള്ള അവിവേകികളായിട്ടുള്ള മനുഷ്യർ അവസാനമില്ലാത്ത അന്ധകാരത്തിൽ അകപ്പെട്ട് പരിഭ്രമിക്കുന്നു. സുഖത്തിനും ദുഃഖത്തിനും കാരണം മനസ്സ് തന്നെയാണ്. ആത്മാവിന് കർത്തൃത്വവുമില്ല, കർമ്മത്വവുമില്ല. ഒരവയവം മറ്റൊരവയവത്തെ ഉപദ്രവിച്ചാൽ പുരുഷൻ തൻ്റെ ദേഹത്തിലുള്ള ഏതവയവത്തിന് നേരെയാണ് കോപിക്കേണ്ടത്? ദേവതകളുടെ വാസം എല്ലാ അവയവത്തിലും സമാനമായതുകൊണ്ട് ആരുടെ നേരെയും കോപിക്കാൻ തരമില്ല. അതിനാൽ ദേവതകളും ദുഃഖഹേതുവല്ല. ജനനസമയത്തിൽ ജന്മാദി ദ്വാദശഭാവങ്ങളിൽ നിൽക്കുന്ന സൂര്യാദി ഗ്രഹങ്ങളാണ് സുഖദുഃഖങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതെങ്കിൽ ആത്മാവിന് യാതൊരു ഹാനിയുമില്ലല്ലോ. ആത്മാവിന് ജനനം തന്നെയില്ല. ജനിച്ചത് ദേഹം, അത് ജഡവുമാണ്. സുഖദുഃഖങ്ങളുടെ കാരണം കർമ്മമാണെങ്കിൽ അങ്ങനെയാവട്ടെ, അപ്പോഴും ആത്മാവിന് ദോഷമില്ല. കർമ്മം തന്നെ ഉണ്ടാവാൻ വഴിയില്ല. പിന്നെ എങ്ങനെയാണ് കർമ്മത്തിൽ നിന്ന് സുഖദുഃഖങ്ങൾ ഉണ്ടാവുക? സുഖത്തിനും ദുഃഖത്തിനും കാരണം കാലമാണെങ്കിൽ അതും അങ്ങനെ ആയിക്കോട്ടെ. എന്നാലും ആത്മാവിനത് ബാധകമല്ല. കാലം സർവ്വവ്യാപിയും അപരിച്ഛിന്നവും ബ്രഹ്മസ്വരൂപവുമായതുകൊണ്ട് ആത്മാവ് കാലാംശം തന്നെ. അംശയുടെ ധർമ്മം അംശത്തിന് ബാധകമല്ല. അഗ്നിയുടെ താപം അഗ്നി അംശമായിട്ടുള്ള തീപ്പൊരിയെ ദഹിപ്പിക്കുകയോ മഞ്ഞിൻ്റെ ശൈത്യം മഞ്ഞിൻ്റെ അംശമായിട്ടുള്ള ജലഗണത്തിന് ശൈത്യം ജനിപ്പിക്കുകയോ ചെയ്യാറില്ല. അതുകൊണ്ട് പരമാത്മാവിന് സുഖം ദുഃഖം എന്ന ദ്വന്ദ്വബാധയില്ല.
ആര് നിമിത്തവും ഏത് കാലത്തും ഏത് വിധത്തിലും ആത്മാവിന് സുഖദുഃഖങ്ങളുടെ സംബന്ധമില്ല. കാരണം സുഖദുഃഖ സംബന്ധം പ്രകൃതി ബന്ധത്തിൽ നിന്നും വിട്ടുപോകാത്തവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ആത്മാവ് പ്രകൃതിയിൽ നിന്നും വേറിട്ടിരിക്കുന്നത് കൊണ്ട് സുഖദുഃഖ സംബന്ധം ആത്മാവിനുണ്ടാവില്ല. പണ്ടുണ്ടായിരുന്ന മഹർഷിമാര് ദേഹേന്ദ്രിയ അന്ധകരണങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുന്ന പരമാത്മാവിനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരുന്നിട്ട് ഈ സംസാര ദുഃഖത്തെ കടന്നു. ഭജിക്കുന്നവരെ ഈ സംസാരത്തിൽ നിന്നും കരകയറ്റി വിടുന്ന മഹാകരുണാനിധിയായിട്ടുള്ള ഭഗവാന്റെ പാദപത്മത്തെ ധ്യാനിക്കുന്നത് കൊണ്ട് പരമാത്മബോധം ഉണ്ടാകും. അങ്ങനെ ഞാൻ ഈ ദുഃഖസമുദ്രത്തെ കടക്കും. ഇത് മാത്രമേ ദുഃഖനിവൃത്തിക്ക് ഉപായമായിട്ടുള്ളൂ. ഭഗവാൻ പറയാണ്, ധനം മുഴുവനും നശിച്ചാലും കാര്യാകാര്യങ്ങളുടെ നിർണയത്തിന് ബുദ്ധിപ്രകാശമുണ്ടായതുകൊണ്ട് വ്യസനിക്കാതെ മനസ്സിനെ ഉറപ്പിച്ചും വിഷയസുഖം നിസ്സാരമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും മനസ്സിനെ വേർപ്പെടുത്തി ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവത്തെ വിട്ട് ഗൃഹത്തിൽ നിന്നും പുറപ്പെട്ട് 4 ദിക്കിലും സഞ്ചരിച്ച് ദുർജനങ്ങളെ വളരെ ഉപദ്രവിച്ചിട്ടും ഭഗവത് പാദസ്മരണയിൽ നിന്നുകൊണ്ട് മനസ്സിനെ ചലിപ്പിക്കാതെ ആ മുനി ഈ പാട്ട് പാടി. ജീവന് സുഖദുഃഖങ്ങൾ നൽകുന്നത് അന്യനല്ല, മനകൽപ്പിതമാണ്. ബന്ധു, ശത്രു, ഉദാസീനൻ എന്ന ഭാവനയുടെ ആസ്പദമായിരിക്കുന്ന ഈ സംസാരം പരമാത്മസ്വരൂപത്തെ അറിയാതിരിക്കുന്നതായിട്ടുള്ള അജ്ഞാന നിമിത്തം ഉണ്ടായതാണ്. വാസ്തവത്തിൽ ഇല്ലാത്ത ഒന്ന് ഉണ്ടെന്ന് തോന്നുന്നത് മനസ്സിൻ്റെ വിഭ്രമ നിമിത്തമായതുകൊണ്ട് മനോജയം സംസാരനാശത്തിനും കാരണമാണ്. അതുകൊണ്ട് ഹേ ശിഷ്യ, മനസ്സിനെ ജയിക്കുന്നത് തന്നെ സുഖദുഃഖങ്ങൾ സഹിക്കാനുള്ള ഉപായം. മനസ്സടങ്ങണമെങ്കിൽ ബുദ്ധിവൃത്തിയെ എന്നിൽ തന്നെ നിർത്തണം. അതിനാൽ എല്ലാവിധ യോഗങ്ങളുടെയും ചുരുക്കം മനസ്സംയമനമാണ്. അത് സാധിച്ചവൻ തന്നെയാണ് പരമയോഗി. മനോനിഗ്രഹത്തിന് ശക്തിയില്ലാത്തവനാണെങ്കിലും ഏതൊരുവൻ ഈ ഭിക്ഷുഗീത ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും കേൾപ്പിക്കുകയും സർവാത്മാവായിരിക്കുന്ന ബ്രഹ്മത്തിലെ മനസ്സിനെ ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവോ അവനും സുഖദുഃഖാദികളായിട്ടുള്ള ദ്വന്ദ്ങ്ങളെ സഹിക്കാൻ ശക്തനായിട്ട് വരുന്നു. സാധാരണന്മാരെ പോലെ അവസ്ഥാന്തരങ്ങളിൽ സുഖദുഃഖങ്ങളുടെ വികൃതി അവനെ ബാധിക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കണു. നമുക്കും മനസ്സിനെ അടക്കാനായിട്ട് നമ്മുടെ മനസ്സുകളെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് സമർപ്പിക്കാം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.